ചോദ്യമാസാണ് അതാണ് പറഞ്ഞതാ. അതാണ് ഉന്നതമായ സംസ്കാരം. ആ ഉയർന്ന സംസ്കാരം എല്ലാവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിലോ ഒരു പ്രയോഗമുള്ള നാട്ടിൽ കൊടുത്താൽ കൊല്ലത്തിന് കിട്ടും എന്നൊരു പ്രയോഗം. അങ്ങനെ പ്രയോഗം അങ്ങനെ പ്രയോഗ നാട്ടിലുണ്ട്. ഇതിന്റെ ഭാഗമായി എന്തൊക്കെ സംഭവിച്ചു? ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ലാത്ത സംഭവം നവംബർ 6 നടന്നു. നവംബർ 6 എന്താ മാസം പറയാ? ദുൽഹജ്ജ് 10. അത് 9 തീയതി പിറ്റേന്ന് വാപ്പയെ തന്നെ വിവരം അറിഞ്ഞപ്പോൾ വിദേശത്ത് നിന്ന് ആളുകൾ മക്കള് വരികയാണ്. ഞാൻ മക്കള് ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാനേ തയ്യാറല്ല, ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല. വാപ്പയെ തല്ലിയതിനുള്ള പ്രതിഷേധം മക്കൾക്കുണ്ടാവും. പക്ഷെ അതിനവർ സ്വീകരിച്ച മാർഗമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം പിറ്റേന്ന് ബക്രീദാണ്. ബക്രീദ് ദിവസം ബലിപെരുന്നാൾ ദിവസം 3 കാരണങ്ങളാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അപലപനീയമാണ്. അത് പ്രതിഷേധാർഹമാണ്. അവർ ചെയ്തത് വാപ്പയെ തല്ലിയതിന്റെ പ്രതിഷേധം എന്ന രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന വഴിക്കാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അന്നേരം തന്നെ ഞങ്ങൾ നിലപാട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്. സംഭവത്തോട് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. 3 കാരണങ്ങളുണ്ട്. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. 2, പള്ളിയിൽ നിന്ന് വരുന്ന വഴിയാണ് വരുന്നത്. 3, രാഷ്ട്രീയ നേതാവാണ്. നേരിട്ട് ഈ പ്രശ്നവും ഡയറക്റ്റായി ബന്ധപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് മത്സരമേറ്റത്. ഈ 3 കാരണങ്ങളാൽ ആ സംഭവത്തെ ന്യായീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. അത് പരിപൂർണമായി തെറ്റാണ്. തലേന്നുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയാണെങ്കിൽ പോലും പിറ്റേന്നുണ്ടായ ഈ സംഭവം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന നിലപാട് ഞങ്ങൾ പ്രഖ്യാപിക്കാം. 2, ഈ 3ാമത്തെ സംഭവം ഇതിന്റെ ഭാഗമായി ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളാകെ കണ്ടത്. ഒരു പ്രദേശത്തെ മനുഷ്യന്റെ സഹന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഒരു പിടി വരുന്ന റൗഡികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തടയിട്ട് നിർത്തിയില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയത്തിൽ ഡയറക്റ്റായി ഇടപെടുന്നേയില്ല. ഞങ്ങൾ അതിന് മാത്രമല്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ ഇടപെടില്ല. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വേറെ വിഷയം ഉണ്ടായി. ഇതിൽപ്പെട്ട ഒരാളുടെ മില്ലിലേക്കുള്ള ഒരു വഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി. ഇവർ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ കയ്യിൽ ഈ ഭൂമിന്റെ രേഖ ഉണ്ടോ? രേഖയുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. നിയമത്തിന്റെ വഴിക്കല്ലേ പോയത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ഇടപെടാൻ തയ്യാറായില്ല. അതേപോലെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ ആകെ ആഗ്രഹിച്ചത് ആര്യമ്പാവ് മേഖലയിൽ സാമൂഹ്യാന്തരീക്ഷം കളങ്കപ്പെടരുത്. സാമൂഹ്യമായ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു അപകടവും വെല്ലുവിളിയും ഉയർന്നു വരരുത്. നാട്ടിൽ ഖരാമം നടക്കരുത്. മുഴുവൻ ആളുകൾക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നാട്ടിലുണ്ടാകണം. സമാധാനം തകർക്കപ്പെടരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്ന് ആ ദിവസം ഒരു പ്രത്യേകത. അറിയപ്പെടുന്ന ആര്യമ്പാവ് മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി, ഇവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെല്ലാം വന്ന് ഏറ്റുമാനവരാണ്. അല്ലേ? പത്തനംതിട്ടയിലാണ് ഒരു കല്യാണ, ഒരു പാർട്ടി സഖാവിന്റെ, ഇവിടെയുള്ളൊരു പാർട്ടി സഖാവിന്റെ മകളെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. സകലയാണ് അവശേഷിച്ച ഇതിൽ കുഴപ്പം മാറിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിച്ചത്.
പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ചുറ്റുവട്ടത്തു നിന്നെല്ലാം ലീഗിന്റെ പ്രവർത്തകന്മാരെ കേന്ദ്രീകരിപ്പിക്കുകയാണ്. കേന്ദ്രീകരിപ്പിച്ച് ഈ പ്രദേശത്ത് ആയുധം കൊടുക്കുന്നു. അവരുടെ കയ്യിൽ കത്തിയും കൊടുവാളും എത്തിക്കുന്നു, തീപ്പന്തം കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, ഇവർ കുറ്റവാളികളല്ലേ? പക്ഷേ ഇവരുടെ കുടുംബത്തിലെ പാവപ്പെട്ട സ്ത്രീകൾ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണോ? നമുക്കെല്ലാവർക്കും അമ്മയില്ലേ? അമ്മയും പെങ്ങന്മാരും ഭാര്യയൊക്കെ അമ്മക്കൊക്കെ. ഞാൻ പറയട്ടെ, അവരെന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നവരാണ്. ഏതെങ്കിലും അക്ഷര പ്രവർത്തനത്തിൽ നമ്മുടെ കുടുംബത്തിലെ പെണ്ണുകൾ വരാറുണ്ടോ? രംഗത്ത് വരാറുണ്ടോ? എന്തിനു വേണ്ടി ഈ വീടുകൾ ആക്രമിക്കണം? ഈ വീടുകൾ ആക്രമിച്ച് പാവപ്പെട്ട ആ സ്ത്രീകളെ പോലും, സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ആക്രമിച്ചില്ലേ, പരിക്കേൽപ്പിച്ചില്ലേ? ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിൽ പോലും വഴി നടന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ പോലും അനുമതി വിജയിച്ചില്ലേ? ഇവിടെ ഉണ്ടായില്ല. ഇടവഴി പൊട്ടിക്കറിഞ്ഞ സ്ത്രീകളെ വീണ്ടും വീണ്ടും ആക്രമിക്കാറല്ലേ തയ്യാറായത്? ഇതെല്ലാം ഏറെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ഒരു പരിഷ്കൃതമായ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അനുവദിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ആര്യപ്പാവ് പ്രദേശത്ത് ഇവിടെ നടന്നത് അരിശം തീരാൻ ഇവിടെ കുട്ടികൾക്കെന്റെ വീണ്ടും സംഭവം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവിടെ കിടക്കുന്ന കുറച്ച് മരങ്ങൾ അല്ലേ? ആ മരം എന്ത് കൊടുത്തു? അവിടെ കിടക്കുന്ന ആ മരത്തിന് തീ കൊടുത്തു. അവിടെ കുട്ടികൾക്കെന്റെ വീടിന്റെ ഓഫീസിന് തീ വെച്ചു. എന്തിനധികം പറയണം? ഒരു കലാപം അവിടെ വന്നാൽ മനസ്സിലാക്കണം, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ബുദ്ധി വേണം, അറിവ് വേണം, വിവേകം വേണം, ദീർഘവീക്ഷണം വേണം, ഉൾക്കാഴ്ചയും വേണം. രാഷ്ട്രീയ നേതാവാകണമെങ്കിൽ ഒരു കലാപം നടന്നാൽ ആ കലാപത്തിന്റെ മറവിൽ എന്തെല്ലാം നടക്കുമെന്ന് മുൻകൂട്ടി കണ്ടോളണം. ഇവിടെ നടന്നത്, ഇവിടെ ഇപ്പൊ പോലീസുകാർ പരന്നു നിൽക്കണ്ടല്ലോ. എവിടെയായിരുന്നു ഈ പോലീസ്? എവിടെയായിരുന്നു ഈ പോലീസ്? ഇവിടെ ലൂട്ടിംഗ് നടന്നു. ഇവിടെ കലാപം നടന്നു. ആ കലാപത്തിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അടിയാടി. ഇവിടെ ചില കള്ളന്മാരുണ്ട്. പോലീസിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കാൻ നല്ലത് MLA-മാര് പറയും. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നുണ്ട്, പോലീസിന്റെ സ്വഭാവത്തിൽ 4 മാസക്കാലം കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷെ 6 മാസത്തിനുള്ളിൽ തീരും. ശരിയാവും. അത് ശരിയാവും. നല്ല ധൈര്യത്തിലല്ലേ ചങ്ങായി നിൽക്കണത്. ഒരു ധൈര്യമില്ലാതെ അപ്പോ ഇവിടെ ലൂട്ടിംഗ് നടന്നു. പല സ്ഥലങ്ങളും കടകൾ കൊള്ളയടിച്ചു. ആ കടകൾ കൊള്ളയടിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു വണ്ടിക്കള്ളനുണ്ട്. ഇവിടെ വണ്ടിക്കള്ളനും പോലീസും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൽ ഇന്ന് ഈ പൊതുയോഗം നടക്കുന്ന സമയത്ത് ഈ ആര്യപ്പാവ് പ്രദേശം സാക്ഷിയായി. ഉണ്ടായില്ലേ? എന്റെ ചോദിക്കട്ടെ, വണ്ടിക്കള്ളനും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ എന്താണോ ബന്ധം? എന്ത് സൗകര്യ വണ്ടിക്കള്ളങ്ങൾക്ക് നേരിടുന്നത്? ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്രയും അമാന്യമായി പെരുമാറുന്നയാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് പറയാൻ പറ്റും, ഞാൻ അയാളെ പറ്റിയിട്ട് 1 മണിക്കൂർ മുമ്പ് പറഞ്ഞത് അയാളൊരു മാന്യനാണ്. ഞാൻ ഇപ്പൊ തിരുത്താൻ നിർബന്ധിക്കപ്പെടാം. അറിയാൻ നിർബന്ധില്ല. സത്യം കണ്ടാൽ സത്യം വിളിച്ചു പറയാൻ. ഞാൻ ഒരു കാര്യം പറയാം. തല വെട്ടിയിട്ടാൽ 1000ന്റെ കണികയുണ്ടെങ്കിൽ സത്യം വിളിച്ചു പറയാനുള്ള അവകാശമുണ്ടല്ലോ. അത് ഞങ്ങൾ അവസാനിക്കുന്ന നിമിഷം വരെ ഞങ്ങൾ പറയാൻ പറ്റില്ല. ആരും നെഞ്ഞ് വിരിഞ്ഞ് ഞങ്ങൾ സത്യം പറയും. 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥൻ നല്ലതാന്ന് പറയും. ഇപ്പൊ തിരുത്താൻ ഞാൻ നിർബന്ധിക്കപ്പെടാറില്ലല്ലേ? ഇവിടെ വന്ന ദിവസം ഇവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചു പറയാ, വണ്ടികളായിട്ട് ഭയങ്കര നോക്കി എന്താ അയാളെ നമ്മളെ കുറിച്ച് സർക്കാരല്ലേ തട്ടിപ്പ് നടത്തുന്നവൻ, രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി ലൂട്ടിംഗ് നടത്താൻ ഇവിടെ മൊബൈൽ കട കയ്യേറി 100കണക്കിന് മൊബൈലുകൾ കൊള്ളയടിച്ചു, സിമ്മുകൾ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ കേസെടുക്കാം. പോലീസ് വഴി എന്ന ജോലിക്കട്ടെ, നിങ്ങൾ കേസെടുക്കാം. എന്താ പണി? ആക്രമണകാരികൾക്ക് സംരക്ഷണം കൊടുക്കലായിരുന്നാണോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? ആ ജോലിയാണോ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ വാങ്ങുന്ന ശമ്പളം